ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് ഹിന്ദി പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. മലയാളം നിങ്ങൾക്ക് നന്നായി അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാവുന്നതാണ്. ഇപ്പോൾ റിക്കാം സൂത്രത്തോടെ സ്പോക്കൺ ഹിന്ദി. സൂത്രത്തിന്റെ പേരെന്താണ്? റിക്കാം. ഈ റിക്കാം സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടന്നു കഴിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ജോലികളെ പറ്റി ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? നടന്നു കഴിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ജോലികളെ പറ്റി ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? ചില ജോലികൾ നടന്നിരിക്കും എന്നതിന് സാധ്യതയില്ലായിരിക്കാം. മറ്റു ചില ജോലികൾ നടത്താൻ സാധ്യതയുള്ളതായിരിക്കാം. നടന്നു കഴിയാൻ സാധ്യതയുള്ള ജോലികളെ പറ്റി ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്നത് ഇപ്പോൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? റിക്കാം സൂത്രം. വാക്യത്തിൽ റിക്കാം എന്ന് വരുമ്പോൾ അത് തന്നെ പോയിരിക്കാം, വായിച്ചിരിക്കാം, പഠിച്ചിരിക്കാം, പാടിയിരിക്കാം, സംസാരിച്ചിരിക്കാം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ ആ ഹോഗ എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? ഞാൻ പോയിരിക്കാം, ഞാൻ വായിച്ചിരിക്കാം, ഞാൻ പഠിച്ചിരിക്കാം, ഞാൻ പാടിയിരിക്കാം, ഞാൻ സംസാരിച്ചിരിക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ എന്നാൽ മേ. അപ്പോൾ ഞാൻ പോയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ഗയാ ഹോഗ. ഞാൻ വായിച്ചിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ പഠാ ഹോഗ. ഞാൻ പഠിച്ചിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ സീഖാ ഹോഗ. ഞാൻ പാടിയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ഗായാ ഹോഗ. ഞാൻ സംസാരിച്ചിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ബാത് കരാ ഹോഗ. പ്രയാസമൊന്നുമില്ല, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ കഴിച്ചിരിക്കാം, ഞാൻ കണ്ടിരിക്കാം, ഞാൻ കെട്ടിയിരിക്കാം, ഞാൻ എഴുതിയിരിക്കാം, ഞാൻ നടന്നിരിക്കാം. ഞാൻ എന്നാൽ മേ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ കഴിച്ചിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ഖായാ കർണ ഹോഗ. ഞാൻ കണ്ടിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ദേഖ്ന ഹോഗ. ഞാൻ കെട്ടിയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ദേന ഹോഗ. ഞാൻ എഴുതിയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ലിഖാ ഹോഗ. ഞാൻ നടന്നിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ചലാ ഹോഗ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ശ്രദ്ധിക്കുക, ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ പോയിരിക്കാം, ഞങ്ങൾ പോയിരിക്കാം, നിങ്ങൾ പോയിരിക്കാം, അവൻ പോയിരിക്കാം, അവൾ പോയിരിക്കാം, അവർ പോയിരിക്കാം. ഇവിടെയുള്ള വാചകങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്നാൽ മേ, പോയിരിക്കാം എന്നാൽ ഗയാ ഹോഗ. അപ്പോൾ ഞാൻ പോയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ഗയാ ഹോഗ.
ഞങ്ങൾ എന്നാൽ ഹം. പോയിരിക്കും എന്നാൽ ഗയാ ഹോഗേ. അപ്പോൾ ഞങ്ങൾ പോയിരിക്കും എന്നാൽ ഹിന്ദിയിൽ ഹം ഗയാ ഹോഗേ. നിങ്ങൾ എന്നാൽ തും. പോയിരിക്കാം എന്നാൽ ഗയാ ഹോഗേ. നിങ്ങൾ പോയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ തും ഗയാ ഹോഗേ. അവൻ എന്നാൽ വോ. പോയിരിക്കാം എന്നാൽ ഗയാ ഹോഗ. അപ്പോൾ അവൻ പോയിരിക്കാം എന്നാൽ വോ ഗയാ ഹോഗ. അവൾ എന്നാൽ വോ. പോയിരിക്കാം എന്നാൽ ഗയാ ഹോഗി. അവൾ പോയിരിക്കാം എന്നാൽ വോ ഗയാ ഹോഗി. ഇവിടെ അവനാണോ അവളാണോ എന്ന് നാം തിരിച്ചറിയുന്നത് ആ ഹോഗ ഹോഗി എന്ന വാക്കിൽ നിന്നാണ്. പുല്ലിംഗമാണെങ്കിൽ ഹോഗ എന്നും സ്ത്രീലിംഗമാണെങ്കിൽ ഹോഗി എന്നും ഉപയോഗിക്കുന്നു. അവർ എന്നാൽ വേ. പോയിരിക്കാം എന്നാൽ ഗയാ ഹോഗേ. അവർ പോയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ വേ ഗയാ ഹോഗേ. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ഗയാ ഹോഗ. ഞങ്ങൾ പോയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ ഹം ഗയാ ഹോഗേ. നിങ്ങൾ പോയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ തും ഗയാ ഹോഗേ. അവൻ പോയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ വോ ഗയാ ഹോഗ. അവൾ പോയിരിക്കും എന്നാൽ ഹിന്ദിയിൽ വോ ഗയാ ഹോഗി. അവർ പോയിരിക്കാം എന്നാൽ ഹിന്ദിയിൽ വേ ഗയാ ഹോഗേ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ആ ഹോഗ സൂത്രത്തിന്റെ സഹായത്തോടെ ഹിന്ദിയിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ ആ ഹോഗ സൂത്രം വഴിയായി ഹിന്ദിയിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ആ ഹോഗ സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ.